ഹായ് ഡിയേഴ്സ്, ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു 4 മണി മുതൽ മഗ്രിബിൻ്റെ സമയം വരെ ഒരു 7 മണി വരെയൊക്കെയുള്ള ഒരു സമയമാണ്. അതിൽ ഒരു റെസിപ്പി ഉണ്ട്. പിന്നെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ മിൻറ്റിൻ്റെ കൾട്ടിവേഷനും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാൽക്കണിയിലെ കുറച്ച് കാഴ്ചകളും കൂടി ഇതിലുണ്ട് എൻ്റെ ചെടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ മക്കൾക്ക് ഈവനിങ് സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ്. പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളത് വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഉപ്പും കുരുമുളകൊക്കെ ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ടെടുക്കാം. കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ് ഈ സാൻഡ്വിച്ച് റെഡിയാക്കുന്നത്. ഇന്നിപ്പോൾ സായറാക്കാക്ക് ഉച്ചക്കാണ് ഡ്യൂട്ടി. അപ്പോൾ വൈകുന്നേരം ആൾ ഇല്ലാത്ത ഫുഡ് കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കറിയായിട്ടൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഒഴിവാക്കാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ മക്കൾ വിട്ടില്ല. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ സാൻഡ്വിച്ചൊക്കെ ആക്കിയിട്ട് കൊടുക്കുമ്പോൾ. കുറച്ച് വെജിറ്റബിൾസൊക്കെ കഴിക്കുകയും ചെയ്തോളും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ. നമ്മൾ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഓയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുട്ട ചേർത്തിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ടെടുക്കുക. റെഡി ആയിട്ടുണ്ട്. വല്ലാതെ ഡ്രൈ ആവണ്ട. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാരറ്റും ക്യാബേജും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കണം. മക്കൾക്ക് സ്കൂളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ഹെൽപ്പുകൾക്കൊക്കെ അവർ വരും. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ, ഹെൽപ്പ് ചെയ്യാനൊക്കെ. ഇത്ര മതി, കുറച്ച് മതി. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതിലേക്ക് കുറച്ച് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മതി ക്യാരറ്റും ക്യാബേജും ഒക്കെ ഗ്രേറ്റ് ചെയ്തത്. എന്നിട്ട് അതിലേക്ക് ആ എഗ്ഗും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇനി എഗ്ഗിന് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഉച്ചക്കത്തൊക്കെ ബാക്കിയുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ആ എല്ലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ക്രീം ചേർക്കുന്നുണ്ട്. ക്രീം തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ക്രീമി ടെക്സ്ചറിലുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുറച്ച് മയണൈസ് ചേർക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. എൻ്റെ അടുത്ത് മയണൈസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് കെച്ചപ്പാണ് വേണ്ടെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി എരിവൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവർക്ക് പിന്നെ എരിവൊന്നും അത്ര ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുരുമുളകൊന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ കുറച്ച് വിനെഗർ ചേർക്കുന്നുണ്ട്, ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട്. കെച്ചപ്പാണ് നമ്മളിതിൽ ചേർക്കുന്നതെങ്കിൽ വിനെഗറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ സ്പ്രെഡ് ഉണ്ടല്ലോ, അതൊന്നും എടുത്തിട്ട് ഇതിൻ്റെ മേലെ നല്ലോണം എല്ലായിടത്തും ഒരേ കനത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു പീസ് ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്യുക. ഇനി ഞാനിത് ഈ ടോസ്റ്ററിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിൽ തിരിച്ചു മറിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്താലും മതി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്നും ഇങ്ങനെ കോണാക്കി മുറിച്ചിട്ട് വെറുതെ സെർവ് ചെയ്യുമ്പോൾ കുട്ടികൾക്കൊരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ കോണാക്കി മുറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടോ. ഇത് നമുക്ക് വീട്ടിൽ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ് കേട്ടോ. ഇനി അനാമിന് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ പ്യൂരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അവൾക്കും ഇതേപോലെ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് കൊടുക്കലുണ്ട്. ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് അത് പ്യൂരി ആക്കിയിട്ടാണ് കൊടുക്കൽ. ആപ്പിൾ അവൾക്ക് കുറച്ച് കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. ഇനി ഇതൊന്ന് കുക്കാവുന്ന സമയം കൊണ്ട് ഞാൻ എനിക്കൊരു ഗ്രീൻ ടീയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. മക്കൾക്കൊന്നും ചായ ഒന്നും വേണ്ട. പാലുണ്ടെങ്കിൽ പാൽ കുടിക്കും, അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും. ഇനിയിപ്പോൾ വെള്ളമായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, അവർക്ക് അത് മതി. പെട്ടെന്ന് തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ബാൽക്കണിയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് പുതിന ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഓൾറെഡി ചട്ടിയിലുള്ളതായിരുന്നു. അപ്പോൾ അത് മുറിച്ചിട്ട് ഒന്ന് വേറെ ചട്ടിയിലേക്കൊക്കെ ഒന്ന് കുഴിച്ചിടാനൊക്കെ വേണ്ടിയിട്ടൊക്കെ മുറിച്ച് വെള്ളത്തിലൊക്കെ ഇട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പണികളും ചെടി നനക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചൂടായതുകൊണ്ട് അങ്ങനെ എപ്പോഴൊന്നും ബാൽക്കണിയിലേക്ക് ഇറങ്ങലില്ല.
എനിക്ക് നമ്മുടെ ഈ ഫ്ലാറ്റിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ബാൽക്കണി. ഒരുപാട് വലുതൊന്നുമല്ല കേട്ടോ, എന്നാലും കുറച്ച് ചെടികളൊക്കെ ആയിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇത് അഡേനിയാണ് കേട്ടോ. ഇത് 6 വർഷം പഴക്കണ്ടതിന്. ഞാനൊരു ബോൺസായി ആയിട്ട് ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു 3-4 കൂടി ഉണ്ട് എൻ്റെ അടുത്ത്. അത് 2-3 കൊല്ലമായിട്ടേ ഉള്ളൂ. ഇതാണ് ഏറ്റവും വലുത്. പിന്നെ വേറെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികളോടാണ് എനിക്കും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് കുറേ ചെടികളൊക്കെ വാടി പോയിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും നനച്ചു കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവും. ഇതിൻ്റെയൊക്കെ ഒരു 9 വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു. നോമ്പിൻ്റെയൊക്കെ സമയത്ത് അധികം നനക്കാനൊന്നും പറ്റാതെ അങ്ങനെ ഒക്കെ പോയതാണ്. കറിവേപ്പ് പിന്നെ ചൂട് കാലത്താണ് കേട്ടോ നല്ലൊന്ന് ഉഷാറായി വരുന്നത്. ഇടയ്ക്കൊക്കെ ഇതിന്മേൽ ഇലയെടുക്കും നമ്മളത് കൊണ്ടുവന്ന് വെച്ചതൊക്കെ തീരുമ്പോഴൊക്കെ. മണി പ്ലാന്റിന് നല്ല വെയിലൊക്കെ നേരിട്ട് ചൂടൊക്കെ അടിക്കൽ തുടങ്ങിയപ്പോൾ ഒന്ന് കരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റിയതാണ്. എലോവര അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇത് പുതിന. ഞാനിതിന് പുതിനൻ്റെ കമ്പുകൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു വേര് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 6 ദിവസമൊക്കെ ആയി. നല്ലോണം വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി കുഴിച്ചിടണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ വേരൊക്കെ ഉണ്ടായത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതെൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള പുതിന ചെടിയാണ് കേട്ടോ. ഒരു മൺചട്ടിയിൽ ഞാൻ നേരത്തെ കുഴിച്ചിട്ട് വെച്ചതായിരുന്നു. അത്യാവശ്യം കമ്പുകളൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്മേന്ന് കുറച്ച് ആരോഗ്യമുള്ള ടൈപ്പ്, കുറച്ച് ബലമുള്ള ടൈപ്പ് കമ്പുകൾ നോക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പുതിന വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അതിലുണ്ടാവുന്ന കുറച്ച് കട്ടിയുള്ള ടൈപ്പ് തണ്ടോട് കൂടിയിട്ടുള്ള പുതിനകൾ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 6-7 പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് അധികമൊന്നും ആവശ്യമില്ല, പുതിന കുറേ ഒന്നും ആവശ്യമില്ല. പിന്നെ ചട്ടിയിൽ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് മാറ്റി കുഴിച്ചിടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ മേലെയുള്ള 2-3 ഇലകൾ മാത്രം നിർത്തിയിട്ട് തണ്ടുമെന്ന് ബാക്കി ഇലകളൊക്കെ എടുത്ത് മാറ്റുക. എല്ലാ പീസും നമുക്കങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് എടുക്കാം. സാധാ ഒരു ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ പുതിനേൻ്റെ ഈ കമ്പുകൾ ആ ഇലയില്ലാത്ത ഭാഗം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ ഈ കമ്പുകളൊക്കെ ഇതിലേക്ക് മുക്കി വെക്കുക. ഇതിനി സൺലൈറ്റൊക്കെ ഉള്ളിടത്ത് കൊണ്ടുപോയി വെക്കാം. ഡയറക്റ്റായിട്ട് വെയിൽ തട്ടണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വിൻഡോ ഷെയ്ഡിലോ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ കാണുന്നതാണ് ഇങ്ങനെ കേട്ടോ. നന്നായിട്ട് വേരുകൾ വന്ന് ആ ഓരോ കമ്പുകളും ഓരോ തൈകളായിട്ട് മാറി. ഇനി നമുക്കിത് മണ്ണിലേക്ക് മാറ്റി നടാം. ഇത് ഗ്രില്ലുമ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന ഒരു ചട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഈ ഇതേമാതിരത്തെ നിത്യകല്യാണി തന്നെ വേറെ 2 കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ പോയതാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയത് കാരണം നമ്മളങ്ങനെ പുറത്തൊന്നും പോവില്ലല്ലോ. അപ്പോൾ ചെടിയൊന്നും വാങ്ങാൻ പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുറിച്ചൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കുഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കുക ചെയ്യണത്. അപ്പോൾ ഈ പുതിന ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കിയത് തന്നെ ഈ ഒരു സ്പേസ് ഒഴിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുഴിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാവുമ്പോൾ അത്യാവശ്യം വെയിലും കിട്ടും ഗ്രില്ലുമ്പോൾ തന്നെ ആയതുകൊണ്ട്. എന്നാൽ കുറഞ്ഞൊരു മറവും ഉണ്ട് കേട്ടോ. നല്ല നേരിട്ട് വെയിലടിച്ചാൽ ഇത് കരിഞ്ഞു പോകും. നേരിട്ട് നല്ല വെയിൽ തട്ടാൻ പാടില്ല. ഇപ്പോഴത്തെ ഒരു വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല ചൂടും വെയിലുമാണ്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് തന്നെ തട്ടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. ആകെ 6-7 പീസേ ഉള്ളൂ. ഞാനതിൽ എല്ലാ ഭാഗത്തേക്കുമായിട്ട് അങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ. പുതിനൊക്കെ നമ്മൾ നല്ലോണം നനച്ച് കൊടുക്കണം. ഞാൻ ഈ ചട്ടിയിലൊക്കെ ആദ്യം ഇതേപോലെ പുതിനയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതൊക്കെ ഡയറക്റ്റായിട്ട് വെയിലിങ്ങനെ തട്ടി തുടങ്ങിയപ്പോൾ ഈ ചൂടിന് തുടങ്ങിയപ്പോൾ അതൊക്കെ കരിഞ്ഞു പോയി. അപ്പോൾ പിന്നെ അതൊക്കെ മാറ്റിയിട്ട് അതിൽ ടേബിൾ റോസ് വെച്ചതാണ്. ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉഷാറായി വരാനുണ്ട്. ഈ അഡേനിയം ബോഗൺവില്ല പോലുള്ള ചെടികൾക്കൊന്നും വെള്ളം ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ഞാനൊരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രമേ നനക്കുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഈ ചെറിയ പൂക്കളുണ്ടാകുന്ന ചെറിയ ചെടികൾക്കൊക്കെ നല്ലോണം വെള്ളം വേണം. അപ്പോൾ അതൊക്കെ എന്നും നനക്കും. എന്നും വൈകുന്നേരം ചെടി നനക്കലുണ്ട്. മക്കൾക്കും ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. അസ ചെയ്തോളും. പക്ഷേ അതിനെ ഇങ്ങോട്ട് വല്ലാതെ ഇറക്കലില്ല. നമ്മളൊന്നും ഇല്ലാതെ ഒറ്റക്കൊന്നും ഇറക്കാനൊക്കെ പേടിയാണ്. ചെടി നനക്കലൊക്കെ കഴിയുമ്പോൾ നിലത്തൊക്കെ ആകെ വെള്ളമാവും. അപ്പോൾ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിടന്നോളും. വൃത്തിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ തോന്നും. ഇപ്പോൾ ചൂടായതുകൊണ്ട് അങ്ങനെ വല്ലാതെ ഇറങ്ങി നിൽക്കാനൊന്നും തോന്നൂല കേട്ടോ. അനാവനാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ പണികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ചെയറും കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തും. ഇവിടെ ഇരുന്നിട്ട് കളിക്കാനും എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ്.
ഇതിപ്പോൾ നേരത്തെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആപ്പിളാണ്. അതൊന്ന് പ്യൂരി ആക്കിയതാണ് കേട്ടോ. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടാണ് കൊടുക്കൽ. അധികം വെള്ളമൊന്നും ചേർത്ത് ലൂസാക്കലില്ല. ഇപ്പോൾ കുറച്ചൊരു തിക്കായ ഫുഡൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ 9 മാസമായി. കുറച്ചൊക്കെ ചവക്കാനൊക്കെ ഓൾക്കറിയാം. നമ്മളൊക്കെ എന്ത് കഴിക്കുകയാണെങ്കിലും അപ്പോൾ കൂടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത് കുറച്ചിങ്ങനെ കൊടുക്കും. അപ്പോൾ അതിങ്ങനെ പെറുക്കി കൈ കിട്ടുന്നൊക്കെ ഓൾ വായിൽക്കൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ അങ്ങനെ കഴിച്ച് നോക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ചെറിയ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.